എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. കേന്ദ്ര സർക്കാർ വളരെ കൊട്ടിഘോഷിച്ച് നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതിയാണ് ഈ ശ്രം പദ്ധതി. ഈ ശ്രം പദ്ധതി അസംഘടിത തൊഴിലാളികൾക്ക് രജിസ്റ്റർ ചെയ്ത് ഒരു കാർഡ് എടുക്കുന്ന പദ്ധതിയാണ്. ഇതിലൂടെ അസംഘടിത തൊഴിലാളികൾക്ക് നൽകുന്ന എല്ലാ കേന്ദ്ര സംസ്ഥാന ആനുകൂല്യങ്ങളും ഇതിലൂടെ ആയിരിക്കും എന്നും പെൻഷൻ പദ്ധതി പ്രത്യേകം പ്രഖ്യാപിക്കുമെന്നും ഇതിലേക്ക് സാമ്പത്തിക സഹായം ലഭ്യമാക്കുമെന്നും പറഞ്ഞിരുന്നു. എന്നാൽ നാളെ ഇതുവരെയായിട്ട്, അതായത് 5 വർഷത്തോളം ആയിട്ട് ഈ പദ്ധതി പ്രകാരം ഇതിലേക്ക് ആനുകൂല്യങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. കൊറോണ സമയത്ത് ഉത്തർപ്രദേശ് സർക്കാർ നൽകിയിട്ടുള്ള 500 രൂപ ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും കാര്യമായിട്ടുള്ള ആനുകൂല്യങ്ങൾ ഈ ശ്രം പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് വിതരണം ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഈ ശ്രം കാർഡ് എടുക്കുന്നതിലൂടെ രാജ്യത്തെ അസംഘടിത തൊഴിലാളികളുടെ ഒരു ഏകീകരണമാണ് കേന്ദ്ര സർക്കാർ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാകുന്നു. ഇതിലൂടെ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സേവനങ്ങൾ, അത് പല സേവനങ്ങളും ഈ പദ്ധതിയിൽ ഉൾപ്പെടാത്തവർക്കും ലഭിക്കും. പക്ഷെ ഈ ശ്രം കാർഡ് ഉണ്ട് എങ്കിൽ ആ കാർഡ് നൽകിക്കൊണ്ട് പദ്ധതിയിലെ നടപടിക്രമങ്ങൾ എളുപ്പമാക്കാം എന്നുള്ളത് മാത്രമാണ്. അതിലൊന്നാണ് PMSBY, പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന. ഈ പദ്ധതിയിലേക്ക് ഈ ശ്രം കാർഡ് ഇല്ലാത്തവർക്കും ചേരാം എന്നുള്ളതാണ് മറ്റൊരു കാര്യം. സ്വന്തം ബാങ്ക് അക്കൗണ്ട് മുഖേന പദ്ധതിയിലേക്ക് ചേരാം. ഈ ശ്രം കാർഡ് എടുത്തിട്ടുള്ള ആളുകൾ പദ്ധതിയുടെ ഭാഗമാണ്. ഈ ശ്രം കാർഡ് എടുത്തിട്ടുള്ള ആളുകൾക്ക് അപകട മരണം സംഭവിക്കുകയോ പൂർണ്ണമായ അംഗവൈകല്യം സംഭവിക്കുകയാണ് എങ്കിൽ 2 ലക്ഷം രൂപ ലഭിക്കും. ഭാഗികമായിട്ടുള്ള അംഗവൈകല്യത്തിന് 1 ലക്ഷം രൂപയും ലഭിക്കുന്നതാണ്. മറ്റൊന്ന്, 60 വയസ്സിന് ശേഷം 3000 രൂപ പെൻഷൻ ലഭിക്കുന്ന പ്രധാനമന്ത്രി ശ്രം മന്ദൻ യോജന പദ്ധതിയാണ്. ഈ പദ്ധതിയിൽ ചേരാൻ ഈ ശ്രം കാർഡ് ഉടമകൾക്ക് എളുപ്പത്തിൽ സാധിക്കും. ഇത് എല്ലാ മാസവും അംശാദായം അടച്ചുകൊണ്ട് ലഭിക്കുന്ന പെൻഷൻ സ്കീമാണ്. ഇത് ഈ പദ്ധതിയിൽ, അതായത് ഈ ശ്രം കാർഡ് ഇല്ലാത്തവർക്കും ചേരാൻ സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതുകൊണ്ട് ഇത് ഈ ശ്രം കാർഡ് ഉള്ളവർക്ക് മാത്രമായിട്ടുള്ള ഒരു പദ്ധതിയല്ല എന്നുള്ളത് മനസ്സിലാക്കുക. 18 വയസ്സ് കഴിഞ്ഞവർക്കെല്ലാം പ്രധാനമന്ത്രി ശ്രം മന്ദൻ യോജന പെൻഷൻ പദ്ധതിയിൽ ചേരാവുന്നതാണ്. ഏറ്റവും ചുരുങ്ങിയത് 3000 രൂപ പെൻഷൻ 60 വയസ്സിന് ശേഷം ലഭിക്കും എന്നുള്ളതാണ് വാഗ്ദാനം. അടക്കുന്ന അംശാദായത്തിനനുസരിച്ച് പെൻഷൻ തുകയിൽ വർധനവുണ്ടാകും. ഈ ശ്രം കാർഡ് ഉള്ള ആളുകൾക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും 1 നേഷൻ 1 റേഷൻ പദ്ധതി പ്രകാരം റേഷൻ എളുപ്പത്തിൽ വാങ്ങാൻ സാധിക്കുന്നതാണ്. അതിന് മുൻഗണന ലഭിക്കും എന്നാണ് അറിയുന്നത്. അതുപോലെ തന്നെ തൊഴിൽ അവസരങ്ങൾ, നൈപുണ്യ വികസന പദ്ധതിയിൽ, സ്കിൽ ഡെവലപ്മെന്റ് പരിപാടികളിൽ, സർക്കാർ തൊഴിൽ പദ്ധതികളിലും ഈ ശ്രം കാർഡ് ഉള്ള ആളുകൾക്ക് മുൻഗണന ലഭിക്കും. മറ്റൊന്ന്, സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ വഴി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പുതിയ ക്ഷേമ പദ്ധതികൾ നേരിട്ട് ഗുണഭോക്താക്കളിൽ എത്തിക്കാൻ ഈ കാർഡ് സഹായിക്കുമെന്ന്. ഇതൊക്കെ അന്ന് പറഞ്ഞ കാര്യങ്ങളാണ്. ഇതുവരെ ഒരു ക്ഷേമ ആനുകൂല്യങ്ങളും ഇതുവഴി വിതരണം ചെയ്തിട്ടില്ല കേന്ദ്ര സർക്കാർ. ഇനി സംസ്ഥാന സർക്കാരിന്റെ കാര്യം നോക്കിയാൽ യോഗി സർക്കാർ ഒരു 500 രൂപ കൊറോണ സമയത്ത് വിതരണം ചെയ്തത് ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റ് സഹായങ്ങളൊന്നും മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ പ്രത്യക്ഷത്തിൽ ഈ ഉത്തർപ്രദേശിലുള്ള ആളുകൾക്ക് ഈ ശ്രം കാർഡ് എടുത്തവർക്ക് 500 രൂപ കിട്ടിയത് ഒഴിച്ചാൽ മറ്റ് സഹായങ്ങളൊന്നും നേരിട്ട് ലഭ്യമായിട്ടില്ല, മറ്റ് ആനുകൂല്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഈ ശ്രം കാർഡ് എടുത്തിട്ടുള്ളവർക്ക് വലിയ ആശ്വാസം, മറ്റ് 3000 രൂപ പെൻഷൻ എന്നൊക്കെ പറഞ്ഞ് വീഡിയോകൾ വരുന്നത് അത് അവാസ്തവമായിട്ടുള്ള കാര്യമാണ്. വീഡിയോ കാണുക എന്നുള്ളത് മാത്രമാണ് അതിൽ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അല്ലാതെ മറ്റ് ആനുകൂല്യങ്ങളൊന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളൊന്നും ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടില്ല. ശ്രം മന്ദൻ യോജന പെൻഷൻ പദ്ധതിയിലേക്ക് ഇത് ഇല്ലെങ്കിലും അപേക്ഷിക്കാൻ കഴിയും. അത് നമ്മൾ അങ്ങോട്ട് പൈസ അടച്ച് ക്ഷേമ പെൻഷൻ പോലെ, ക്ഷേമനിധി പോലെ അങ്ങോട്ട് മാസം 200 രൂപ അടച്ചുകൊണ്ട് നേടിയെടുക്കുന്ന പെൻഷനാണ്. അപ്പൊ ഈ ശ്രം കാർഡ് എടുത്തത് കൊണ്ടുള്ള പ്രത്യേക ആനുകൂല്യം ഒന്നുമല്ല അത് എന്നും മനസ്സിലാക്കുക. മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.